എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗൽ കോടതിക്കടുത്ത് താമസിക്കുന്നു. കൊട്ടാരക്കടുത്ത് താമസിക്കുന്ന കോടതിക്ക് സമീപം എനിക്ക് സ്വന്തമായ ക്ലിനിക്കുണ്ട്. അതിൻ്റെ പേരാണ് പ്രയർ ക്ലിനിക്ക്. അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട്. ഇന്നെൻ്റെ മുമ്പിലുള്ള ഒരു പുതിയ എപ്പിസോഡ് എന്ന് പറയുന്നത് കഴുത്തുവേദന എന്നുള്ളതാണ്. ഈ ഒരുപക്ഷെ കഴുത്തുവേദന അനുഭവിക്കാത്ത ആരും ഈ ലോകത്തില്ല. ഈ കഴുത്തുവേദന എന്തുകൊണ്ട് വരുന്നു? കഴുത്തുവേദന എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇടത്തുവശത്തെ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ വലതുവശത്തായിരിക്കാം, അല്ലെങ്കിൽ പെടലിക്കായിരിക്കാം, അല്ലെങ്കിൽ മുൻഭാഗത്ത് വരുന്ന വളരെ കുറവാണ്. ഇങ്ങനെ എല്ലാ വശത്തും നമ്മളെ ബാധിക്കാവുന്ന ഒരു സാധനമാണ് കഴുത്തുവേദന. മിക്കവാറും നമ്മൾ കാണുന്നത് ഈ വലിയ സ്പ്രെയിന്, വലിയ നമ്മൾ കളിക്കാനൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് അബ്നോർമലായിട്ട് നമ്മൾ കഴുത്ത് പെട്ടെന്ന് തിരിച്ച് ചെയ്യുന്ന ആ സമയത്താണ് നമുക്ക് ഇത് വരുന്നത്. അതുപോലെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഇടത്ത് വശം ചമ്മാവോ വലത്ത് വശമോ ചരിഞ്ഞ് വലിയ തലേണയൊക്കെ വെച്ച് കിടന്നാൽ അത് വരും. നമ്മൾ ഇടത്ത് വശവും ചരിയാതെ വലതുവശവും ചരിയാതെ നമ്മൾ ഒരു ചെറിയ തലേണ വെച്ച്, അല്ലെങ്കിൽ തലേണ ഇല്ലാതെ, അല്ലെങ്കിൽ അല്പം ബെഡ്ഷീറ്റ് വെച്ചിട്ട് കിടന്നാൽ കഴുത്തുവേദന അങ്ങനെ വരത്തില്ല. നമ്മൾ അബ്നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുക, കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തുവേദന ഒന്നായിട്ട് വരും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കഴുത്തുവേദന രാവിലെ ആയിരിക്കും വളരെയധികം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വലത്തോട്ടോ ഇടത്തോട്ടോ ചെയ്യാതെ നമ്മൾ നേരെ നിവർന്ന് കടന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു തലണ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കും. നമ്മുടെ ചുരുണ്ടുകൂടി എസ് രൂപത്തിൽ കിടക്കുന്നതായിട്ടുള്ള സമയത്താണ് നമ്മുടെ ഈ സ്പേസിക്കൊക്കെ വല്ലാത്ത വേദനകൾ വരുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം, 40 വയസ്സിന് ശേഷം ഏതാണ്ട് 40% ആൾക്കാർക്കും സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അല്ലെങ്കിൽ എല്ലുകളുടെ തേയ്മാനം എന്ന് പറയുന്ന അസുഖമുണ്ട്. ഏതാണ്ട് 60% ആൾക്കാർക്കും 60 വയസ്സിന് ശേഷം ഇത് വരാറുണ്ട്. 70 വയസ്സിന് ശേഷം ഇത് സർവ്വസാധാരണമാണ്. ഇതിൻ്റെ ലക്ഷണം നമുക്ക് കഴുത്ത് വേദനയാണ് മെയിൻ ലക്ഷണം. ചിലർക്ക് കഴുത്തുവേദന കൂടി പിന്നെ കഴുത്ത് ഇങ്ങനെ വളഞ്ഞു ഇരിക്കാൻ വയ്യ. കശുവണ്ടി ഫാക്ടറി തൊഴിലാളികൾ ഈ കഴുത്തുവേദന വരുന്ന ഒരു വളരെ സാധാരണമാണ്. അവർ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നുണ്ടാണ്. നമ്മൾ ഏത് സമയം കുഴിഞ്ഞിരുന്ന് ജോലി ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ജോലി ആ ഉപരിതലം ഒന്ന് ഉയർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒന്ന് താഴ്ത്തുക. അപ്പോൾ നമുക്ക് ചാരിയിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഒരുപാട് കുനിഞ്ഞിരുന്നതായി ചെയ്യുക. അതുപോലെ തയ്യൽക്കാര്, അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരുപാട് നേരം കുനിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതങ്ങനെ ഒരുപാട് നേരം കുനിഞ്ഞിരുന്നാലാണ് കഴുത്തുവേദന പുറകിൽ വരുന്നത്. അത് പ്രായമുള്ള ആൾക്കാർക്ക് കൂടും. അങ്ങനെ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴോട്ട് നോക്കുന്നവരും ഇങ്ങനെ നോക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് വെർട്ടിബ്ര തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴുത്ത് അങ്ങോട്ടും തിരിക്കാൻ വയ്യ, ഇങ്ങോട്ടും തിരിക്കാൻ വയ്യ, നേരെ നിവർന്ന് നിരിക്കേണ്ടി വരും. നമ്മളിങ്ങനെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് കഴുത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിക്കാതെ നമ്മൾ അധികം കുനിയാതിരിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഒരു സെർവിക്കൽ സ്കോളർ, സോഫ്റ്റ് സെർവിക്കൽ സ്കോളർ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരുപാട് കുനിയാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം കഴിയും. പിന്നെ മരുന്നുകൾ, ഗുളികൾ, വിളക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ അസുഖം വളരെ കുറയും. അതുമാത്രമല്ല കഴുത്തുവേദനയും വളരെ കുറയും. ചില വളരെ നല്ല ഇഞ്ചക്ഷനുകളുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് മാറുന്ന, കഴുത്ത് ധരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറ്റുന്നതായിട്ടുള്ള ചില ഇഞ്ചക്ഷനുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കഴുത്തുവേദനയെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ അധികം കുനിയാതെ, വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞ് അധികം കിടക്കാതെ നേരെ നിവർന്ന് കിടക്കുക, കഴുത്തിൽ തലയണ വെക്കാതെ. ഇപ്പോൾ സെർവിക്കൽ പില്ലോ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് ഈ കഴുത്തുവേദനകളെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. ബാക്കി സംശയങ്ങൾ നിങ്ങൾ ഫോണിൽ കൂടിയോ നേരിട്ടോ എന്നെ സമീപിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. എല്ലാവരും
കണ്ടവരും സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഇഷ്ടമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യണമേ, ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണമേ, ഇഷ്ടമുള്ളവർ അതുപോലെ ഷെയർ ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.